നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ നടന്ന പാലാ നഗരസഭാ കൗൺസിൽ യോഗത്തിനും വാക്പോര്. പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യങ്ങൾ 4 കൗൺസിൽ യോഗങ്ങളിലായാണ് ചർച്ച ചെയ്യുന്നത്. ചൊവ്വാഴ്ച നടന്ന പ്രത്യേക കൗൺസിൽ യോഗത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, വാർഡുകൾക്കുള്ള ഫണ്ട്, നഗരസഭയിൽ നിന്നും കാണാതായ ഫയൽ എന്നിവ ചർച്ചയായി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പല വാർഡുകളിലും പുല്ലുവെട്ട് നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ഇതിനകം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ വാർഡുകളുടെ പട്ടിക ചെയർപേഴ്സൺ ദിയ ബിനു കൗൺസിലിൽ അവതരിപ്പിച്ചു. നഗരസഭയ്ക്ക് 2 പുല്ലുവെട്ട് യന്ത്രങ്ങൾ മാത്രമാണുള്ളതെന്നും ലഭ്യമായ സൗകര്യം ഉപയോഗിച്ച് ക്രമാനുസൃതമായി എല്ലാ വാർഡുകളിലും സേവനം എത്തിച്ചു വരികയാണെന്നും അവർ അറിയിച്ചു. ഓരോ വാർഡിനും 40,000 രൂപ വീതം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിൽ അത്തരത്തിൽ തുക അനുവദിക്കാൻ നഗരസഭയ്ക്ക് സാമ്പത്തിക സാഹചര്യമില്ലെന്ന് സെക്രട്ടറി വ്യക്തമാക്കി. പൊതുപദ്ധതികളുടെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഭാഗമായി വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭയിൽ നിന്ന് കാണാതായ ഫയൽ സംബന്ധിച്ച വിഷയവും യോഗത്തിൽ ഉയർന്നു. കേസ് നിലവിൽ ഡിവൈഎസ്പിയുടെ അന്വേഷണ പരിധിയിലായതിനാൽ നഗരസഭയ്ക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കില്ലെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. തുടർച്ചയായി പ്രത്യേക കൗൺസിൽ യോഗങ്ങൾ വിളിക്കുന്നതിലൂടെ നഗരസഭയ്ക്ക് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന് ഒരു കൗൺസിലർ എത്ര യോഗങ്ങളിൽ പങ്കെടുത്താലും പ്രതിമാസം 5 യോഗങ്ങൾക്കുള്ള സിറ്റിംഗ് ഫീസ് മാത്രമാണ് അനുവദിക്കുന്നതെന്ന് ചെയർപേഴ്സൺ മറുപടി നൽകി. ഞങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും കൗൺസിലർക്ക് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മനസ്സിലാക്കാനുള്ള അധികാരം നമ്മുടെ മുനിസിപ്പൽ ആക്ടിലുണ്ട്. അത് പ്രകാരമാണ് ഒരു അവസ്ഥ ചെയർപേഴ്സണെ എങ്ങനെ കൗൺസിൽ കൂടി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ്. പക്ഷെ വളരെ വളരെ വേദനയോടെ പറയട്ടെ, പാലാ മുനിസിപ്പാലിറ്റിക്ക് ഒരു അന്തസ്സും ഒരു പൗടിയും ഒക്കെ ഉണ്ട്. ചെയർപേഴ്സനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല മഹാരാജന്മാരുടെ കസായ ഞാനും ചെയർപേഴ്സൺ ഒരിക്കലും കുറച്ച് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ച ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം തന്നെ സെക്രട്ടറി കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അതല്ല വിഷയം. നമ്മള് 4 ദിവസം തുടർച്ചയായിട്ട് കൗൺസിൽ വെക്കുമ്പോൾ അത് ചെയർപേഴ്സൺ അധികാരത്തെ ഒന്നും ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ട് ചെയർപേഴ്സൺ അധികാരമാണ് അത് പറയും. പക്ഷേ ഒരു അജണ്ട വെച്ച് ഇന്നുകൊണ്ട് തീരേണ്ട 10 മിനിറ്റ് കൊണ്ട് തീരേണ്ട വിഷയമാണ് 4 ദിവസം തുടർച്ചയായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ കാപ്പി ചെലവ് വരും, അല്ലെങ്കിൽ സിറ്റിംഗ് ഫീസ് 200 രൂപ ആണെങ്കിൽ അത് വരും. അങ്ങനെ ചെലവുകൾ വരുന്ന ആർത്തില്ല. അതുകൊണ്ട് ഇവിടെ കാപ്പി ഇന്ന് തന്നില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ചെയർപേഴ്സൺ ഈ കസ്റ്റഡിയിൽ ഇരിക്കുന്നവരും പോലെ ഞാൻ ഇവിടുന്ന് കാപ്പി കുടിക്കാൻ തന്നെ ശബ്ദം ചെയ്യും. ഈ കസ്റ്റഡിയിൽ ഇരിക്കുന്നവരും അത് ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ കാണിച്ചാണ്. അപ്പോൾ ഇന്ന് കൗൺസിലർ പറയുവാണ് ഇത് ചർച്ച ചെയ്യേണ്ടതോ ചെയർപേഴ്സൺ വിശദമായി മറുപടി പറയേണ്ടതായോ യാതൊരു വിഷയങ്ങളും ഈ കൗൺസിലറിൽ ഇല്ല എന്ന് പറഞ്ഞ ഇപ്പോൾ കൗൺസിലർ തന്നെ പറയുകയാണ് ഇവരെല്ലാം ബുദ്ധിമുട്ടിക്കുകയാണ്. കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലർ ഉൾപ്പെടെയുള്ള 12 പേര് ഒപ്പിട്ട സാഹചര്യത്തിൽ വിളിച്ചുകൂടിയ കൗൺസിലാണ്. ആ കൗൺസിൽ വിളിച്ചിട്ട് വരുമ്പോൾ ഇതിനൊന്നും പ്രസക്തിയില്ല, ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് അതിലൊരു കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്നതിന് മുൻപേ ചെയർപേഴ്സൺ യോഗം അവസാനിപ്പിച്ചു.